പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എന്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യണം. എന്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എന്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം അർപ്പിച്ച കൃപായുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും അവരുടെ കുടുംബത്തിനും സമാധാനം ആശംസിക്കുന്ന, നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാൽ ആ ഭവനം സമാധാനം ആശംസിക്കുന്ന നല്ല കർത്താവേ, നിന്റെ വാക്കിൽ ആശ്രയിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബത്തിനും വ്യക്തിക്കും കർത്താവിൻ്റെ നാമത്തിൽ സമാധാനം ആശംസിക്കുന്നു. കർത്താവേ, ഈ സമാധാനം അവരുടെ ജീവിതത്തിൻ്റെ ഇന്നത്തെ വിവിധ ഘട്ടങ്ങളിലെ അനുഭവിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. അവർ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ അത് കഴിയുമ്പോൾ അവർ സംസാരം കഴിയുമ്പോൾ സമാധാനം നിറയട്ടെ. കർത്താവേ, രോഗപീഠകളെ വലയുന്നവർ, മാനസിക പീഡകളെ വലയുന്നവർ, ഉറക്കമില്ലാത്തവർ,
ഇന്നലെ രാത്രി പല കാര്യങ്ങൾ കൊണ്ട് ഉറങ്ങാൻ കഴിയാതിരുന്നവർ, ആ വിഷയങ്ങളെല്ലാം ഈശോ ഈ അനുഗ്രഹത്തിൻ്റെ ശക്തിയാൽ ഭാരങ്ങൾ നീങ്ങിപ്പോയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കാലാവസ്ഥ മാറ്റം വന്നിരിക്കുകയല്ലേ. പെരുമഴക്കാലമാണ്, പ്രളയകാലമാണ്. ജീവിതത്തിൽ ഇതുപോലെ തന്നെയുള്ള കാലാവസ്ഥ ഭേദങ്ങളുണ്ടാവും. കണ്ണീരിൻ്റെ കാലം ഉണ്ടാവും. ചിലർ കണ്ണീര് ഉണ്ടെങ്കിലും ആരെയും കാണിക്കാതെ കണ്ണീർ അടക്കി നടക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ മനസ്സിലത് പ്രളയകാലമാണ്. ഈ എല്ലാ കാലങ്ങളിലും ഒരു ദൈവവിശ്വാസി കൈവരിക്കുന്ന ഒരു വാട്ടർ ലെവലുണ്ട്. എത്ര മഴ പെയ്താലും ഒരേ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരല്ലേ. ഒരേ ലെവലിൽ എത്ര സങ്കടമുണ്ടെങ്കിലും ഒരേ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ അറിയത്ത് പോലുമില്ല അവർക്ക് എന്തുമാത്രം വിഷമതകൾ ഉണ്ടെന്നുള്ള അറിയത്തില്ല. നമുക്ക് പിന്നെ 2 കാലങ്ങളായിട്ടാണ് കാണപ്പെടുന്നത് കേരളത്തിൽ. ഇപ്പോഴല്ല, പണ്ട് മുതലേ ഈ കേരളം സന്ദർശിച്ചിട്ടുള്ള സഞ്ചാരികളുടെ പുസ്തകമൊക്കെ എൻ്റെ കയ്യിലുണ്ട് കുറേ. ഇപ്പോൾ മാർക്കോപോളോയുടെ കാലം തൊട്ട് ഇങ്ങനെ ബുക്കനായൻ്റെ കാലം വരെയൊക്കെ ഉള്ളവരെല്ലാവരും പറയുന്നത് കേരളത്തിൽ 2 കാലാവസ്ഥയുള്ളതെന്ന് പറഞ്ഞു. ഒന്ന് വേനലും വർഷവും. ഇപ്പോൾ വർഷകാലമാണ്. പക്ഷെ മറ്റു കാലങ്ങളൊക്കെ ഞാൻ കാനഡയിലൊക്കെ ചെന്നപ്പോൾ അവരെന്നോട് വിശദീകരിക്കുകയായിരുന്നു, മഞ്ഞുകാലമുണ്ട്, സ്പ്രിങ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരോ കാലം വ്യത്യസ്തമായിട്ട് അവർക്കുണ്ട്. ബൈബിൾ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഇതുപോലെ കാലമുണ്ട്, ഓരോ കാലമുണ്ട്. അങ്ങനെ കാലം വ്യത്യാസപ്പെടുത്തുന്നത് എന്തിനാണെന്ന് കർത്താവിൻ്റെ വചനത്തിലുണ്ട്. ആ ദൈവാഭിമുഖ്യ ജീവിതവും അതിന് അനിപേക്ഷണീയമായിട്ടുള്ള കാലവ്യത്യാസങ്ങളും ബൈബിളിലെ ഒരു വിഷയമാണ്. ചിലപ്പോൾ സങ്കടമായിരിക്കും, ചിലപ്പോൾ സന്തോഷമായിരിക്കും, ചിലപ്പോൾ വ്യസനമായിരിക്കും, ചിലപ്പോൾ ഉത്കണ്ഠയായിരിക്കും, ചിലപ്പോൾ ആധിയായിരിക്കും, ഭീതിയായിരിക്കും. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാലങ്ങളുണ്ടാവും. അപ്പോസ്തല പ്രവർത്തനം 17:26 ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു. അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. വിഭിന്ന കാലങ്ങളും വാസഭൂമികളും. ടൈമും ഉണ്ട്, സ്പേസും ഉണ്ട്. ടൈം മാത്രമല്ല കൊടുത്തത്, ടൈമും സ്പേസും എല്ലാവർക്കും അങ്ങനെയാണ്. അപ്പം നിൻ്റെ അനിയത്തിയുടെ അല്ലെങ്കിൽ നിൻ്റെ ചേട്ടൻ്റെ ടൈം ആൻഡ് സ്പേസ് ആയിരിക്കത്തില്ല നിൻ്റെ ടൈം ആൻഡ് സ്പേസ്. ഇപ്പം ചെറു പറയത്തില്ലേ, ഞങ്ങൾ രണ്ടും ഒരേ ഉദരത്തിൽ നിന്ന് വന്നവരാണ്, ഒരമ്മ പെറ്റവരാണ്, പക്ഷെ 2 തരത്തിലാണ് ജീവിക്കുന്നത്. 2 പേർക്കും ടൈം ആൻഡ് സ്പേസ് വ്യത്യാസമുണ്ട്. ദൈവത്തിൻ്റെ മുമ്പിൽ ഇതെല്ലാം ഒരു ടൈമാണ്, ഒരു സ്പേസാണ്. എന്താണെന്നറിയാമോ? ഇതെന്തിനാ ഇങ്ങനെ ടൈം ഡിഫറെൻ്റ് ആക്കിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്തിനാണെന്ന് വായിച്ചേ. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ അനുഭവത്തിലൂടെ അവിടത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടിയാണ്. അപ്പൊ ദൈവത്തെ കണ്ടെത്താനുള്ളൊരു മാർഗം എന്താണ്? അനുഭവമാണ്. അനുഭവം ഉണ്ടാണെങ്കിൽ എന്ത് ചെയ്യണം? ജീവിതത്തിന്റെ അനുഭവങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കണം. ഒരു അനുഭവത്തിൽ മാത്രം ദൈവത്തെ കണ്ടെത്താൻ പറ്റത്തില്ല. കൃപാസനം എന്തുകൊണ്ട് ഇത്തരം സാക്ഷ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്? ഈ സാക്ഷ്യങ്ങളെന്ന് നമ്മൾ വിളിക്കുന്നത് അനുഭവ സാക്ഷ്യങ്ങളാണ്. അപ്പം നീ എന്നെ കേൾക്കുന്ന നീയും കർത്താവെ എനിക്കൊരു അനുഭവ സാക്ഷ്യം തരണമെന്ന് പ്രാർത്ഥിക്കണം. കാര്യം എന്താണ്? നീ നിൻ്റെ കാലത്തെ, ക്ലേശകാലത്തെ നീ നല്ല കാലമായി കൺവേർട്ട് ചെയ്തതിൻ്റെ അനുഭവങ്ങളുടെ സാക്ഷ്യമാണത്. അപ്പോൾ എല്ലാ കാലങ്ങളും നല്ലതാണെന്ന് അനുഭവ സാക്ഷ്യത്തിലൂടെ നമുക്ക് അനുഭവിച്ചറിയാം. വിഷയയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, സാന്ത്വനാഭിഷേകം എന്ന തിരുവചന സാന്ത്വന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും പ്രാർത്ഥനാ നിർഭരമായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയുടെ നാമത്തിൽ ഹൃദയംഗമായി സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം സമീപസ്ഥരും വിദൂരസ്ഥരുമായി ഷാലോൺ ടി വി ഈ സമയം കർത്താവിൽ പ്രാർത്ഥനാപൂർവം
ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും, എല്ലാ ദൈവമക്കളെയും ഓർത്ത് നിമിഷം പ്രാർത്ഥിക്കുന്നു. നല്ലവനായ ഈശോയെ, നിങ്ങൾക്ക് വചനം നൽകി. ഐസയ 54 വെളിപ്പെടുത്തും പോലെ ക്ഷീണിതനെ വാക്കുകൊണ്ട് വിശ്രാന്തി നൽകാൻ ദൈവമായ കർത്താവ് ഒരു ശിഷ്യനെ എന്ന പോലെ എന്നെ അഭ്യസിപ്പിച്ചു. കർത്താവ് എല്ലാ അഭിഷിക്തരെയും അങ്ങ് അഭ്യസിപ്പിക്കുന്ന സാന്ത്വനത്തിൻ്റെ ദൈവവചനത്താൽ എന്നെ ശ്രമിക്കുന്ന എല്ലാ മക്കളെയും ജെറമ്യാ 31:9 പ്രാർത്ഥിക്കുന്നു. അവർ കണ്ണുനീരോടെയാണ് വരുന്നത്. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. കർത്താവെ, ഈ വചന ശുശ്രൂഷയിൽ അനേകം മക്കളെ നീ ആശ്വസിപ്പിച്ച് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വിഷയം അഗ്നി പരീക്ഷകളെ അതിജീവിക്കുന്ന വിശ്വാസത്തെക്കുറിച്ചാണ്. എനിക്ക് ആമുഖമായി തന്നെ പറയാനുള്ളത്, അഗ്നി പരീക്ഷകളെ അതിജീവിക്കുന്ന വിശ്വാസം അഥവാ അതിജീവിക്കുന്ന വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ട് അഗ്നിപരീക്ഷകളും ദൈവത്തിൻ്റെ ദാനമാണ്. അതിജീവിക്കുന്ന വിശ്വാസം നിനക്ക് തരാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ, അല്ലാതെ അതിജീവിക്കുന്ന പ്രത്യാശ നിനക്ക് തരാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ, എല്ലാത്തെയും അതിജീവിക്കുന്ന ദൈവസ്നേഹം നിനക്ക് തരാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ, ദൈവം ആമുഖമായി തരണത് അതിന് അനുപേക്ഷണീയമായ അഗ്നി പരീക്ഷകളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ കുറേ അഗ്നി പരീക്ഷകൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ എന്നെ ശ്രമിക്കുന്ന മക്കൾ ഇപ്പോൾ അഗ്നി പരീക്ഷയിലായിരിക്കുന്നവരാകാം. ഇപ്പോൾ എല്ലാവരും പറയില്ല, അച്ഛാ വലിയ തകർച്ചയായിപ്പോയി, ഞാൻ വീണ് കിടക്കുകയാണ്. പാപത്തിലായാലും സാമ്പത്തിക തകർച്ചയിലായാലും. ഇപ്പോൾ വീണ് കിടക്കുന്ന മക്കളായാലും വിശ്വാസിയാണ് നീയെങ്കിൽ നീ ഓർക്കണം, നിൻ്റെ വീഴ്ച ലാസറിൻ്റെ മരണം പോലെയാണ്. ലാസറിൻ്റെ മരണത്തെക്കുറിച്ച് കേട്ടപ്പോൾ ഈശോ എന്നാ പറഞ്ഞത്? ഈ രോഗം മരണകാരണമല്ല, അതുപോലെ ഈ വീഴ്ച തകർച്ചയല്ല. എല്ലാ വീഴ്ചകളും തകർച്ചകളല്ല. പത്രോസ് കടലിൽ വീണ മനുഷ്യനാണ്. എന്തിനാ കടലിൽ വീണത് എന്ന് ചോദിച്ചാൽ, കർത്താവ് പിടിച്ച് കയറ്റാൻ വേണ്ടി എന്നാണ് എൻ്റെ ഉത്തരം. കർത്താവ് പിടിച്ച് കയറ്റാൻ വേണ്ടി വീണവരുണ്ടാകാം. അവർ പ്രത്യേകിച്ച് കർത്താവിൻ്റെ വചനം കേൾക്കണം. കർത്താവ് പിടിച്ച് കയറ്റാൻ വേണ്ടി വീണവരെ. അപ്പോൾ വീണ് കിടക്കുന്ന മക്കളായാൽ കർത്താവ് പിടിച്ച് കയറ്റാൻ വേണ്ടിയാണ് അവർ വീണത്. അതുകൊണ്ട് തന്നെ ഇന്ന് വീണ് കിടക്കുന്ന മക്കൾ, ഏത് നിമിഷവും കർത്താവ് എന്നെ പിടിച്ചു കയറ്റാൻ വേണ്ടി ഈ കടലിന് മീതെ വരും. കർത്താവിൻ്റെ കൈ, കർത്താവിൻ്റെ താങ്ങിപ്പിടിക്കുന്ന കൈ, ഐ അപ്ഹോൾഡ് യു ഇൻ മൈ വിക്ടോറിയസ് റൈറ്റ് ഹാൻഡ്. കർത്താവിൻ്റെ വചനത്തിൻ്റെ ഒരു സ്പിരിറ്റ് അതാ, ഐ അപ്ഹോൾഡ് യു, ഞാൻ നിന്നെ താങ്ങിപ്പിടിച്ചിരിക്കുന്നു വിത്ത് മൈ വിക്ടോറിയസ് റൈറ്റ് ഹാൻഡ്, എൻ്റെ വിജയകരമായ വലതുകരത്താൽ. കർത്താവിൻ്റെ വിജയകരമായ വലതുകരത്ത് ഐസയ 41:10. കർത്താവിൻ്റെ വിജയം എന്താണ്? അവൻ്റെ വലതുകരം എന്താണ് എന്നൊക്കെ നീ ഞാനും മനസ്സിലാക്കാൻ വേണ്ടി ചില സമയത്ത് നമ്മൾ വീഴും. ഞാനങ്ങനെ കുറേ പ്രാവശ്യം വീണ ഓരോ സമയത്തും എൻ്റെയും നിൻ്റെയും കർത്താവ് കടലിൻ്റെ മീതെ ആയാലും കയത്തിൻ്റെ മീതെ ആയാലും അഗ്നിയുടെ മീതെ ആയാലും കർത്താവ് വരും. കർത്താവ് വരുമെന്ന് മാറാനാഥ, കർത്താവെ വരണമേ എന്നാണ് ബൈബിളിൻ്റെ വിശ്വാസം. ബൈബിൾ അവസാനിക്കുന്നതും ആ ഒരു വാക്കിലാണ്, കർത്താവെ വരണമേ. എൻ്റെ പ്രതിസന്ധികളിലായാലും എൻ്റെ കണ്ണീരിലായാലും എൻ്റെ കടത്തിലായാലും ഈ ദിവസങ്ങളിൽ ഒരു സഹോദരി ഒരു സാക്ഷ്യം പറഞ്ഞു. അവൾ ഇപ്പം നിങ്ങൾ കേൾക്കാൻ പോകുന്ന പോലെ ഉടമ്പടി പ്രാർത്ഥനയിൽ
ആത്മഹത്യയ്ക്ക് വേണ്ടി ശ്രമിക്കുകയായിരുന്നു. അല്ല, ശ്രമിക്കുന്നൊരവസ്ഥയായിപ്പോയി. കാര്യം ഒരു വിസ തട്ടിപ്പുകാരത്തി അവരുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പിലായി. ഇപ്പം നിങ്ങളൊക്കെ ചില സമയത്ത് തട്ടിപ്പിലും വെട്ടിപ്പിലും ഒക്കെ വീണ ആൾക്കാരാകാം. നിങ്ങളത് പ്രാർത്ഥനാപൂർവ്വം ഈ വിഷയം കേൾക്കണം. കർത്താവ് നിങ്ങളെയും ഈ വലിയ പ്രതിസന്ധികളെ സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു വിസ തട്ടിപ്പുകാരിയുമായിട്ട് ഒരു കണക്ഷനായി. അവർ വിസ തട്ടിപ്പുകാരാണെന്ന് ഇവർക്കറിയത്തില്ല. അപ്പോൾ വിസ കുറേ ആൾക്കാരെ വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വിസ വാങ്ങിച്ചു കൊടുക്കാം, അതിൻ്റെ അഡ്വാൻസ് വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ കുറേ ആൾക്കാർക്ക് അവർ കയറ്റി വിട്ടിട്ടുള്ളതാണെന്ന് പറയുന്നു. അതിനവിടെ പ്രൂഫ് അവർ കാണിച്ചു. പക്ഷേ ഈ ബിസിനസ് മുന്നോട്ട് പോയപ്പോഴേ കുറേ പേർക്ക് വിസ കിട്ടാതെയായി. വിസ തട്ടിപ്പുകാരി എന്നുള്ള വലിയൊരു ബ്ലാക്ക് ലേബിള് ഇവിടെ മേൽ വീണ് തന്നെയല്ല നാട്ടിൽ നിൽക്കാൻ കഴിയില്ലാതെ വിസ തട്ടിപ്പിൽ കുടുങ്ങിയ ആൾക്കാരെല്ലാം ഇപ്പോൾ കേസ് കൊടുത്ത് നാട് മുഴുവൻ ഇളകി ഇവിടെ വീട് മുറ്റും മുഴുവനും വളഞ്ഞ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കൃപാസനത്തിൽ കേട്ട നല്ല സാക്ഷ്യങ്ങളിൽ ഒരു സാക്ഷ്യമാണിത്. അപ്പോൾ ഇനി എന്ത് ചെയ്യും? അവിടെ നിന്ന് കഴിഞ്ഞാൽ കള്ളി ആണെന്ന് ജീവിതകാലം മുഴുവൻ ജനം വിളിക്കുകയും കുറച്ച് നിയമപ്രസംഗം ചിലപ്പോൾ അകത്ത് പോയെന്ന് വരും. അപ്പോൾ അവിടെ മുമ്പിൽ ഒന്നുമില്ല. അവിടെ മുമ്പിൽ അവർക്ക് ആശിക്കാനോ പ്രതീക്ഷിക്കാനോ ഒന്നും 20 ലക്ഷം രൂപയാണ്. ഇവർ പാവപ്പെട്ടവരാ. അപ്പോൾ ഒരു പാവപ്പെട്ട ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു സാമാന്യ വരുമാനമുള്ളവർക്ക് പോലും ഒരു 20 ലക്ഷം രൂപയൊക്കെ ഒറ്റയടിക്ക് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കണ കാര്യമല്ല. ഇവർ ചങ്ക് നീരായി ചത്ത് കളയണം, നാട് വിട്ട് പോകണം, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിച്ച് എൻ്റെ അടുത്ത് വന്നു. എന്നോട് ഇവർ പറഞ്ഞത് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നാണ്. അപ്പോൾ എൻ്റെ വായി പെട്ടെന്ന് വന്ന മോൾ ആത്മഹത്യ ചെയ്യണ്ട, അമ്മയുടെ മുമ്പിൽ നിൽക്കുക. വിശ്വാസം നിൽക്കുമ്പോൾ എന്ത് പറയും? അമ്മയുടെ മുമ്പിൽ വഴികളുണ്ട്, എല്ലാത്തിനും വഴികളുണ്ട്. വഴികൾ മാത്രമല്ല, അധികാരമുണ്ട്. അവൾ അമ്മയുടെ മുമ്പിൽ നിന്ന് കുറേ നേരം പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ അമ്മ 5000 രൂപ അവൾക്ക് കൊടുത്തു. നീ ഇതും കൊണ്ട് നാട് വിടും മോളെ എന്ന് പറഞ്ഞു. നീ ഇതും കൊണ്ട് ഒരു വഴി തെളിഞ്ഞു പറഞ്ഞാൽ ഒരു വലിയ രക്ഷാ കടമായി നിയമപ്രശ്നം നേരിടുന്ന നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത ഒരാൾ രക്ഷപ്പെടാൻ പോകുന്നൊരു വഴി ഞാൻ പറയുകയും അമ്മയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ 5000 രൂപ കൊടുത്തു. 5000 രൂപയും കൊണ്ട് ഇവൾ നാട് വിട്ട് പോയി അവളുടെ അകന്ന ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ താമസിച്ച് അവിടെ വീടാൻ തോറും കയറി ഇറങ്ങി തുണിത്തരങ്ങളെടുത്ത് വിറ്റ് ഒരു കൊല്ലം ആ ബിസിനസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവൾ എൻ്റെ അടുത്ത് വന്നു. അപ്പം എന്നോട് പറഞ്ഞ്, അച്ഛാ ചെറിയൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പഴയ ടെൻഷനൊക്കെ പരിശുദ്ധ അമ്മ മാറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ കുഴപ്പമില്ല, നീ ഉടമ്പടി പ്രാർത്ഥന ചെയ്യും. കാര്യം നമ്മളെ വിശുദ്ധീകരിക്കണമല്ല. ഉടമ്പടി പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മളെ വിശുദ്ധീകരിക്കുക. അതായത് അതിൻ്റെ ഇപ്പോൾ ഐസയാ വചനമായ 1:18 ആയാലും അനുദപിക്കുക, നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും. അനുതാപവും അനുഗ്രഹം പ്രാപിക്കലും തമ്മിൽ വളരെയേറെ ബന്ധമുള്ളതാണ്. ഇപ്പം നമ്മൾ ജോഷുവ 3:5 പറഞ്ഞാലും നിങ്ങൾ പശ്ചാത്തപിക്കുക, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. അപ്പോൾ അത്ഭുതം പ്രവർത്തിക്കാൻ ചില സമയത്ത് അത്ഭുതം തന്നെ ആത്മഹത്യ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് പിന്നെ എന്നാ ചെയ്യേണ്ടത്? അത്ഭുതം തന്നെ പ്രവർത്തിക്കണം. അവൾ ഉടമ്പടി ചെയ്തു കഴിഞ്ഞപ്പോഴേ പെട്ടെന്ന് ഈ ഒരു കൊല്ലം ജോലി ചെയ്തതിന് കുറച്ച് കാശ് കുറച്ച് പ്രവർത്തനാനുഭവം കൂടി ആയില്ലേ. ആ പ്രവർത്തനാനുഭവം കൊണ്ട് അവളൊരു തുണിക്കടയിട്ട് ഒരു തുണിക്കട ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ 2 തുണിക്കടയായി. 6 മാസം ഞാൻ ഞെട്ടിപ്പോവുകയാണ്. ഒരു സാധാരണ വലിയ ബിസിനസ് വീരന്മാർക്ക് പോലും സാധിക്കാതെ പിന്നെ ആരായും ഇവിടെ കൂടെ നിൽക്കേണ്ടത്? അമ്മ നിൽക്കുകയല്ലേ. അമ്മയുടെ ഒരു ഗുണവത, അമ്മ അങ്ങ് ബൈ പേഴ്സൺ വരും. നിങ്ങളെ പരിപൂർണ്ണ കാര്യം ഈശോ നമ്മളെ അമ്മയെ ഏൽപ്പിച്ചതാ. അമ്മയ്ക്ക് ആ ഉത്തരവാദിത്വം ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. പക്ഷെ നമുക്കത് വിശ്വസിക്കണം. നമ്മൾ അങ്ങനെയുള്ള ആഴമായ വിശ്വാസം ഉണ്ടാകുമ്പോൾ അമ്മ ബൈ പേഴ്സൺ വരും. കോളേജിലായാലും വരും, എവിടെയായാലും വന്നിരിക്കും. അമ്മ നിന്ന് കാര്യം അങ്ങനെയല്ല. കാനായിലാണെങ്കിലും അവിടെ വിഞ്ഞു തീർന്നു പോയപ്പോഴെന്താ പറഞ്ഞത്? യേശുവിൻ്റെ അമ്മ അവിടെ എത്തി, അവിടെ ഉണ്ടായിരുന്നു. ഇപ്പം യോഹന്നാൻ 2:1 പറയുന്നത് യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയണത്.
അതിൽ വചനം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ യോഹന്നാൻ 1:1 പറയുമ്പോൾ യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നത് തന്നെ ആ കമ്പാരിറ്റീവ് കാറ്റഗോറിക്കലായിട്ട് തന്നെയാണ് യോഹന്നാൻ പറയുന്നത് യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തൊരു അധികാരമാണ്! യേശു സാന്നിധ്യത്തിൻ്റെ ഭൗതിക മേഖല യേശു സാന്നിധ്യത്തിൻ്റെ തനി അധികാരം പോലെയാണ്. കാര്യം ആ അധികാരം അമ്മയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്നതാണ്. പിതാവായ ദൈവത്തിൻ്റെ മകൾക്ക്, പുത്രൻ്റെ അമ്മയ്ക്ക്, പരിശുദ്ധാന പ്രിയ വധുവിനെ. അതുകൊണ്ട് ഉടമ്പടി പ്രാർത്ഥന ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ 2 തുണിക്കട കൂടിയായി. ഇപ്പം സാക്ഷ്യം പറഞ്ഞപ്പോൾ എത്രയാണെന്നറിയാവോ? സാക്ഷ്യം പറയുന്ന മുമ്പ് ആ 20 ലക്ഷം കടം മുഴുവൻ അവൾ വീട്ടി. 20 ലക്ഷം മുഴുവൻ കടം അവൾ വീട്ടി. ഇപ്പോഴ് എറണാകുളത്തൊരു തുണിക്കട ഇട്ടിരിക്കണേ. ഞാനിങ്ങനെ ഭൗതിക പുരോഗതിയെക്കുറിച്ച് പറയുകയല്ല, മറിച്ച് ഒരു മനുഷ്യനെ ആത്മഹത്യക്ക് വീണ് പോകുമ്പോൾ രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുകെ പോയിട്ടുള്ളത് കർത്താവിൻ്റെ വചനമില്ലേ? ആ വചനത്തിന് ആകാശം കടന്നു പോയാലും ഭൂമി കടന്നു പോയാലും 21:34 ലൂക്കായുടെ സുവിശേഷം അതിന് മാറ്റം ഉണ്ടാകത്തില്ലെന്ന്. മാറ്റമില്ലാത്ത വചനമാണ് ആത്മഹത്യയിൽ നിന്ന് വീഴ്ചയിൽ നിന്ന് നമ്മൾ സംരക്ഷിക്കുന്നത്. അതുപോലൊരു സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ സാക്ഷികൾ കേൾക്കുമ്പോൾ സാക്ഷ്യം കേൾക്കുന്ന എല്ലാ മക്കളുടെ മേലും അതേ വിശ്വാസം ഉണ്ടാകുകയും എൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്നു, യേശുക്രിസ്തു ഇന്നലെ ഇന്നും, ഹെബ്രായർ 13:8, ഇന്നലെ ഇന്നും ഒരാൾ തന്നെയാണ്. മാറ്റമില്ലാത്ത ദൈവത്തിന്, മാറ്റമില്ലാത്ത ദൈവം, കാനായി വെള്ളം വീഞ്ഞാക്കിയ ദൈവം, കുഷ്ഠരോഗം സുഖപ്പെടുത്തിയ ദൈവം, പുഴുത്ത ലാസറിനെ ജീവനിലേക്ക് വിളിച്ച ദൈവം ഇന്നും തൻ്റെ വിശുദ്ധമായ വലതുകരത്താൽ നിന്നെയും ആശീർവദിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുക ദൈവപൈതലെ, പ്രത്യാശിക ദൈവപൈതലെ. 1 പത്രോസിൻ്റെ 1:7 നമ്മൾ വായിച്ചതാണ്. എന്താ വായിച്ചത്? അഗ്നിപരീക്ഷകളെ അതിജീവിക്കുന്ന വിശ്വാസം. ദൈവം ഉദ്ദേശിക്കുന്നത് അങ്ങനെ അതിജീവിക്കുന്ന ഒരു വിശ്വാസം നിനക്ക് തരാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അതിജീവിക്കുന്ന വിശ്വാസം. കാര്യം വിശ്വാസം എപ്പോഴും നശിച്ചു പോണത് അഗ്നിപരീക്ഷ ഉണ്ടാകുമ്പോഴാണ്. ദൈവം അത് സാധാരണ വിശ്വാസം, ഒരു പാരമ്പര്യ വിശ്വാസം. ഒരു മൈക്കലിൻ്റെ മകനായി ജനിച്ചു, ഞാനങ്ങനെ ഔസേപ്പായി ജീവിക്കാൻ, അതാണ് പാരമ്പര്യ വിശ്വാസം. ഈ പാരമ്പര്യ വിശ്വാസം എല്ലാം അതിജീവിക്കുന്ന വിശ്വാസമായിട്ട് ദൈവം അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിന്റെ വിശ്വാസത്തെ അഗ്നിപരീക്ഷ അതിജീവിക്കുന്ന വിശ്വാസമായി മാറ്റിയാൽ എന്താണ് കർത്താവ് വചനം പറയണത്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ നിലനിൽക്കുന്നു. 1 കൊരിന്ത്യൻസ് 13:12 തിരുവചനത്തിൽ എന്താ? നിലനിൽക്കുന്ന വിശ്വാസം. അത് പാരമ്പര്യ വിശ്വാസമാണെന്ന് നിർബന്ധമില്ല. നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, ഒരു വിശ്വാസം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, ഒരു പ്രത്യാശ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, ഒരു ദൈവസംഘം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, അത് നിലനിൽക്കുന്ന വിശ്വാസമാകണമെന്നുണ്ടെങ്കിൽ അത് അഗ്നിപരീക്ഷയെ അതിജീവിച്ച് മതിയാവുമെങ്കിൽ നമുക്ക് അഗ്നിപരീക്ഷകൾ അതിജീവിക്കാനുള്ള നിലനിൽക്കുന്ന വിശ്വാസം, നിലനിൽക്കുന്ന പ്രത്യാശ, നിലനിൽക്കുന്ന ദൈവസ്നേഹം കൊണ്ട് നമ്മളെ മുടിതിരിപ്പിക്കുന്നതിന്, നമ്മുടെ ആത്മാവിനെ പുണ്യപൂർണ്ണമാക്കുന്നതിന്. നമുക്കറിയാം കൂദാശ എന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ ആത്മാക്കളെ പുണ്യപൂർണ്ണമാക്കുന്നതിന് കാണപ്പെടാതെ ദൈവത്തെ വരപ്രസാദം നമുക്ക് ലഭിക്കാൻ ഈശോമിശിഹ സ്ഥാപിച്ച കാണപ്പെടുന്ന അടയാളമാണ് കൂദാശയെങ്കിൽ അഗ്നിപരീക്ഷകൾ ഒരു അർത്ഥ കൂദാശയാണ്. അതിലൂടെ കാണപ്പെടാത്ത ദൈവവിശ്വാസം, കാണപ്പെടാത്ത പ്രത്യാശ, കാണപ്പെടാത്ത ദൈവസ്നേഹം നമ്മളിലേക്ക് ആത്മാവിനെ സ്വരുക്കൂട്ടിക്കൊണ്ട് ആത്മാവിനെ പുണ്യപൂർണ്ണമാക്കി ഉപരി മഹത്വത്തിന് വേണ്ടി ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുകയും ഈ അഗ്നിപരീക്ഷയിലൂടെ അതിജീവിക്കുന്ന വിശ്വാസത്താൽ നിത്യം നിലനിൽക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക്, ദൈവരാജ്യത്തെ പൈതലാകാൻ വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പാണ് നമ്മൾ സകല സാഹചര്യങ്ങളുടെ അഭിമുഖീകരിക്കണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഈ സാക്ഷ്യം പ്രവേശിക്കുകയും സാക്ഷ്യം ലഭിക്കുകയും അതിനുശേഷം ഒരു പ്രാർത്ഥനയോട് കൂടി ആരാധനയിൽ പ്രവേശിക്കുകയും ചെയ്യാം. എൻ്റെ പേര് ഷൈനി. ഞാൻ ആലപ്പുഴ ചമ്പക്കുളം സ്വദേശിയാണ്. ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ രോഗസൗഖ്യം, കൃപാസനത്തിലൂടെ കിട്ടിയ രോഗസൗഖ്യം പങ്കുവെക്കുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ കുഞ്ഞിൻ്റെ മുഖത്ത് കണ്ണിന് താഴെയായിട്ട് ഒരു ചെറിയ പാട് കാണുകയും ആ പാട് വളർന്ന് വലുതായി കുഞ്ഞിൻ്റെ ചുണ്ടിലേക്കും കൈത്തണ്ടയിലേക്കും കാലിലേക്കുമൊക്കെ ആവുകയും ചെയ്തു. അത് 6 വർഷത്തോളം ഞങ്ങളത് ചികിത്സിച്ചു. ചികിത്സ ചെയ്യുമ്പോൾ അത് കൂടി വരുന്നതല്ലാതെ ഒരു കുറവും കണ്ടില്ല. ചുണ്ടൊക്കെ വിണ്ട് കീറി മുഖത്ത് ഭയങ്കര ബുദ്ധിമുട്ടായി. പുറത്തിറങ്ങാൻ പോലും പറ്റാതെ, സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ വിണ്ട് കീറി തടിച്ച് ചുമന്ന് ഇരിക്കുകയായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് പഴുത്തും വരുമായിരുന്നു. ആ അവസരത്തിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ വിഷമിച്ചിരിക്കുന്നു. അങ്ങനെ 6 വർഷത്തെ ചികിത്സയ്ക്ക് ശേഷം ഞാൻ ചമ്പക്കുളത്ത് വെച്ച് ഒരു ആൻറ്റിയെ കാണുകയും ആ ആൻറ്റി കൃപാസനത്തെ പറ്റി എന്നോട് പറയുകയും കൃപാസനത്തിൽ വന്ന് അവിടുത്തെ ഒരു പത്രം ആൻറ്റി എനിക്ക് തന്നു. ആ പത്രം കൊണ്ട് ഞാൻ അഡ്രസ്സ് നോക്കി കൃപാസനത്തിലെത്തി. അങ്ങനെ ഇവിടുത്തെ മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് അച്ഛനെ കാണുവാൻ സാധിച്ചു. ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛനോട് ഞാൻ കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ ഒരുപാട് കരഞ്ഞ്.
അപ്പോൾ തന്നെ അച്ഛൻ മുട്ടുകുത്തി നിർത്തി പ്രാർത്ഥിച്ചു, കുഞ്ഞിൻ്റെ മുഖത്ത് കൈവച്ച് പ്രാർത്ഥിച്ച് ഒരു 2-3 മിനിറ്റ് അച്ഛൻ പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾ ഇവിടെ കൃപാസനത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മുതൽ എനിക്ക് ഒരു കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോഴത്തേക്കും വളരെ ഒരു മാറ്റം പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് വീണ്ടും നോക്കിയപ്പോഴത്തേക്ക് ഈ വിണ്ട് കീറിയതും ഈ ചുമന്നിരിക്കുന്നതും പഴുത്തിരിക്കുന്നതും ഒക്കെ അവസ്ഥ പെട്ടെന്ന് ഒരു മാറ്റം പോലെ ഞാൻ കണ്ടു. ആ മാറ്റം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലിങ്ങനെ തോന്നി, അച്ഛനോട് ഒന്ന് ചെന്ന് കുഞ്ഞിൻ്റെ കയ്യിലും കാലിലും ഒക്കെ ഒന്ന് തൊട്ട് പ്രാർത്ഥിക്കാൻ അച്ഛനോടൊന്ന് പറയണമെന്നുള്ള ആഗ്രഹം എനിക്ക് തോന്നി. എന്നാൽ അച്ഛനെ കാണാൻ വലിയ പ്രയാസമായിരുന്നത് കൊണ്ട് ഞാൻ അച്ഛൻ ഉടമ്പടി പ്രാർത്ഥനയെക്കുറിച്ച് എന്നോട് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കുഞ്ഞിൻ്റെ കാലിലെയും കയ്യിലെയും ചുണ്ടിലെയും രോഗം, കണ്ണിൻ്റെ പോളയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. ആ അതിഭീകരമായ ഒരു അവസ്ഥയായിരുന്നു കുഞ്ഞിനെ കാണാൻ തന്നെ വികൃതമായിരുന്നു. എനിക്ക് പുറത്തിറക്കുക തന്നെ ദുഷ്കരമായ കാര്യമായിരുന്നു. അത് ഉടമ്പടി പ്രാർത്ഥനയിലൂടെയും അച്ഛൻ്റെ കൈവെപ്പ് പ്രാർത്ഥനയിലൂടെയും പൂർണ്ണമായ സൗഖ്യം നൽകുകയും ആ അസുഖം വന്നപ്പോൾ കുഞ്ഞിന് പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പഠിക്കാനുള്ള അവിടെ വിഷമം മാറി. കൃപാസനത്തിലെ മാതാവും അമ്മയും ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്നു അനുഗ്രഹിച്ചു. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആഴമായ വിശ്വാസത്തോടെയാണ് സാക്ഷ്യം കേട്ടത്. ഈ സാക്ഷ്യത്തിൽ നമ്മുടെ എല്ലാ സങ്കടങ്ങളിലും നേരത്തെ പ്രഭാഷണത്തിൽ കേട്ടതുപോലെ യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകുന്ന അഥവാ നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകാൻ വേണ്ടി നിത്യകാലം മുതൽ ദൈവം നിശ്ചയിച്ച സർപ്പത്തിന് തല തകർത്ത, രോഗങ്ങളുടെ തല തകർത്ത, അതിനുവേണ്ടി മനുഷ്യരാശിക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച കരുത്താറുന്ന അമ്മയാണ് നമ്മുടെ മധ്യസ്ഥ. ആ അമ്മയുടെ മധ്യസ്ഥത തന്നെ നമുക്ക് ആരാധനയ്ക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കാര്യം ആരാധനയും ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയാണ് പരിശുദ്ധ അമ്മ. അമ്മയുടെ തിരുസന്നിധിയിൽ അമ്മയുടെ മധ്യസ്ഥം വഹിച്ചുകൊണ്ട്, അമ്മയുടെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമ്മൾ ആരാധനയിൽ കനായിലെ കല്യാണവേദിയിൽ ആ വേദനിച്ച കുടുംബത്തിന് വേണ്ടി അമ്മ ഈശോയുടെ തിരുസന്നിധിയിൽ മധ്യസ്ഥം വഹിച്ചതുപോലെ ഈ ആരാധനയിൽ നമുക്ക് വേണ്ടിയും മധ്യസ്ഥം വഹിക്കട്ടെ. നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ദൈവകുഞ്ഞാടേ ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. എല്ലാവരും ചേർന്ന് പാടാം. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. നല്ലവനായ ഈശോയെ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. സമീപസ്ഥരും വിദൂരസ്ഥരുമായി ഈ ആരാധനയിലെ മനസ്സർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഈ നിമിഷം ഈശോയുടെ തിരുമുറുമാറുന്ന വലതുകരത്തിൻ്റെ ആശീർവാദം ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹ ഈശോയെ, ഈ നിമിഷമെല്ലാം ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ട് വിശ്വാസം നിറഞ്ഞ്, ദൈവസ്നേഹത്തിൽ നിറഞ്ഞ്, പ്രത്യാശ നിറഞ്ഞ്
15 പരീക്ഷകളെ അതിജീവിക്കാൻ വേണ്ടി ആത്മധൈര്യം കൈവിടാതിരിക്കാൻ കർത്താവേ, ഗെത്സേമനിൽ നിന്നെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവിനെ, അവനെ ശക്തിപ്പെടുത്തുവാൻ മാലാഖ ഇറങ്ങി വന്നതുപോലെ കർത്താവേ, ഈ ആരാധന പങ്കെടുക്കുന്ന ഓരോ മക്കളിലേക്കും മാലാഖ ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗശക്തിയുടെ മാലാഖ, സാന്ത്വനാഭിഷേകത്തിൻ്റെ മാലാഖ, ദൈവസൗഖ്യത്തിൻ്റെ മാലാഖ, ദൈവത്തിന് ദൂതൻ, ദൈവത്തിന് ശക്തി ഈ നിമിഷം ഈ ആരാധന പങ്കെടുക്കുന്ന ഓരോ മക്കളുടെ മുറിവുകളിലേക്ക് കർത്താവെ ഇറങ്ങി വസിക്കണമേ. ഓരോ മക്കളെ ഇടനെഞ്ചു പൊട്ടുന്ന വേദന അനുഭവിക്കുന്നവരുടെ അന്തസംഘർഷങ്ങളിലേക്ക് കർത്താവെ നിന്റെ പരിശുദ്ധാത്മാവ് നിറയണമേ. അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മേ, ഞങ്ങൾക്കെല്ലാം വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. നമുക്ക് ശിരസ്സ് നമിച്ച് ആശീർവാദം സ്വീകരിക്കാം. ഈ ആശീർവാദ നിമിഷങ്ങളിൽ എൻ്റെ സഹോദരങ്ങൾ മനസ്സ് വരുന്ന പ്രാർത്ഥനകൾ, കൃപാസനത്തിന് മുഴുവൻ മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ആശീർവാദ സമയത്ത് ലഭിക്കുന്നത്. ഈ തകർച്ചയിലും വേദനയിലും വലിയ സമാശ്വാസത്തിൻ്റെ ദൈവിക സാക്ഷ്യം പറയാൻ ഇപ്പോൾ ആശീർവാദത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്ക് ശിരസ്സ് നമിച്ച് ആശീർവാദം സ്വീകരിക്കാം. പ്രിയമുള്ള ദൈവമക്കളെ, ഇതാ കർത്താവായ ഈശോ നമ്മളെ ആശീർവദിക്കുക. തൻ്റെ പരിശുദ്ധാത്മ ശക്തി നമ്മുടെ മേൽ വർഷിക്കുകയാണ്. ആണിപ്പഴുതാർന്ന കരമുയർത്തി ഈശോ നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മളെയും നമ്മുടെ മക്കളെയും ആശീർവദിക്കുന്നു. മനമുയർത്തി സ്വരമുയർത്തി പിടിച്ചുകൊണ്ട് യേശുവേ എന്ന് വിളിച്ചപേക്ഷിക്കട്ടെ, യേശുവേ എന്ന് വിളിക്കട്ടെ. യേശുവെന്ന നാമം അത്ഭുത നാമമാണ്, അനുഗ്രഹം ചൊരിയുന്ന നാമമാണ്, കൃപ വർഷിക്കുന്ന നാമമാണ്. കർത്താവേ, ഞങ്ങളെ വിളിച്ചപേക്ഷിക്കുന്നു വിശ്വാസത്തോടുകൂടി. മറ്റൊരുത്തരും രക്ഷയില്ല, രക്ഷ യേശു ക്രിസ്തുവിൽ മാത്രമാണ്. വിശ്വസിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളെ ആശീർവദിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിക്കുന്ന നന്ദി പറയുന്നു. ഞങ്ങളുടെ മക്കളെ ആശീർവദിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.